സാഹചര്യത്തിൽ അംഗസംഖ്യയിൽ സാമാന്യം 10% വർധനമുണ്ടായ നിങ്ങളെ വളരെ ഊഷ്മളമായി വളരെ സന്തോഷത്തോടുകൂടി ഒരിക്കൽ കൂടി വളരെ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന നേതൃത്വമാണ് ഈ സംഘടന. ഞങ്ങളത് വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കാറുണ്ട്. നമ്മുടെ സംഘടനയുടെ ചരിത്രത്തിൽ പ്രയാസങ്ങളിലൂടെ കടന്നു വന്ന ഒരു സന്ദർഭത്തിലാണ് അറക്കമൂട്ടിയും അതുപോലെ തന്നെ നൗഷാദും കലക്കുന്ന ഈ പുതിയ ടീം ഇതിൻ്റെ ഭാരവാഹിത്വം ഏറ്റെടുത്തത്. അവരിതിൻ്റെ ചുമതല ഏറ്റെടുത്തതിന് ശേഷം ഞങ്ങൾ പറഞ്ഞും പറയാതെയും ഒക്കെ ഈ കമ്മിറ്റി നിരന്തരമായിട്ട് കൂടാറുണ്ട്. എന്ന് മാത്രമല്ല, കേരളത്തിലെ കർഷക തൊഴിലാളി മേഖല നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് വളരെ ഉജ്ജ്വലമായിട്ടുള്ള സമരം നടത്തുന്നത് സെന്ററിൽ പോയി കൊണ്ടുവരാനും നിങ്ങൾക്ക് സാധിച്ചു എന്നുള്ളത് അഭിമാനകരമായ കാര്യമാണ്. ആ രീതിയിലാണ് സംഘടന. എനിക്ക് തോന്നുന്നത് അതിന്റെ അഫിലിയേഷൻ കൗൺസിൽ യോഗം വരെ നൽകുന്ന മെമ്പർഷിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് കൗൺസിലർമാരുണ്ട്. അത് കഴിഞ്ഞാൽ ഗസ്റ്റ് ആണെങ്കിൽ ആർക്കും എപ്പോഴും. അപ്പൊ കുറച്ചുകൂടി അഫിലിയേഷൻ ഈ രംഗത്ത് പോലും വരാനുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ സംഘടനയ്ക്ക് ഇനിയും ഒരുപാട് ദൂരം മുന്നോട്ട് പോകാൻ. കർഷക തൊഴിലാളികൾ എന്ന് പറയുന്നത് കേരളത്തിലെ തൊഴിൽ മേഖലയിലെ പ്രധാനപ്പെട്ട ഒരു അസംഘടിത വിഭാഗം. എന്നാൽ കേരളം വളർന്നതിനനുസരിച്ച് കർഷക തൊഴിലാളി രംഗത്ത് ആ തൊഴിൽ മേഖലയിൽ വേണ്ടത്ര മുന്നോട്ട് പോകാൻ സാധിച്ചു. വേണ്ടത്ര പരിഷ്കാരങ്ങളും വന്നു. തൊഴിലാളികളുടെ അവകാശങ്ങളിൽ ആനുകൂല്യങ്ങളിൽ വേണ്ടത്ര മാറ്റങ്ങളുണ്ടായി. സർക്കാരിന്റെ ഔദാര്യത്തെ നോക്കി മാത്രം പ്രവർത്തിക്കുന്ന ക്ഷേമ പദ്ധതികളാണ് ഈ രംഗത്ത്. ഇത് ഔദാര്യമല്ല, ഇത് അവകാശമാണ് എന്ന ധാരണയിലേക്ക് ഏത് സർക്കാരായാലും ആ സർക്കാർ വേണം എന്നാണ് ഇതിനകത്ത് ധാരാളം പ്രശ്നങ്ങളുണ്ട്. ഏതോ കാലത്ത് പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങൾ വാങ്ങി സാഹിത്യം അടയണം എന്ന രീതിയാണ് ഇപ്പോൾ ഈ രംഗത്ത്. അപ്പൊ ഞാൻ എല്ലാ സമയത്തും പറയാറുണ്ട്, കേരളത്തിലെ സ്വതന്ത്ര തൊഴിലാളികളുടെ ഒരു പാരമ്പര്യവും ചരിത്രവും അതിനുള്ളടക്കം മനസ്സിലാക്കണമെങ്കിൽ കർഷക തൊഴിലാളികളെ യോഗത്തിൽ പങ്കെടുക്കണം എന്നപ്പോഴും അവിടെ ചെന്നാലാണ് ഈ പഴയ തലമുറയിൽപ്പെട്ട കുറെ ആൾക്കാരെ കാണാൻ സാധിക്കും. അപ്പൊ അതിനൊരു കാരണം കൂടി ഈ മേഖലയിലേക്ക് പുതിയ ആൾക്കാർ വരുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട്. ഈ തൊഴിലെടുത്ത് ഉപജീവനം നടത്തണം എന്ന് ചിന്തിക്കുന്ന കേരളീയരുടെ എണ്ണം വളരെ കുറവാണ്. ഈ തൊഴിലിന് പലപ്പോഴും നമ്മൾ ആശ്രയിക്കുന്നത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്ന തൊഴിലാളികൾ. അവരെ സംബന്ധിച്ച് അവരെ നാട്ടിലുള്ളതിനേക്കാൾ മെച്ചപ്പെട്ട സാഹചര്യമാണ് കേരളത്തിൽ. എന്നാൽ കേരളത്തിലെ തൊഴിലാളി എന്താ ചെയ്യുന്നത്? കേരളത്തിലെ തൊഴിലാളി ഇതിനേക്കാൾ മെച്ചപ്പെട്ട സാഹചര്യം മറ്റേതെങ്കിലും നാടുകളിൽ ഉണ്ടെങ്കിൽ ആ നാട്ടിലേക്ക് പോകുന്ന തൊഴിലാളിയായി കേരളത്തിലെ തൊഴിലാളി മാറി. അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരടക്കം കേരളത്തിൽ തൊഴിൽ ലഭ്യമില്ലാത്തതുകൊണ്ടും കേരളത്തിലെ സാഹചര്യം അത്ര മെച്ചമില്ലാത്തതുകൊണ്ടും പഠനത്തോടൊപ്പം ജോലി എന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന കാഴ്ച നമ്മൾ കാണാം. കേരളത്തിന്റെ തൊഴിൽ മേഖലയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. 10ാമത്തെ വർഷത്തിലാണ് ഇപ്പൊ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിൽക്കുന്നത്. നിങ്ങളുടെ കാര്യം തന്നെ പരിശോധിക്കുക. എന്തെങ്കിലും കാതലായ മാറ്റം ഈ മേഖലയിൽ ഇവർക്കുണ്ടാക്കാൻ സാധിക്കും. ഇവർക്കുണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, തൊഴിൽ മേഖലയോട് കേരളത്തിലെ ഗവൺമെന്റ് കാണിക്കുന്ന
കേരളത്തിലെ അസംഘടിത മേഖലയിൽ പ്രത്യേകിച്ച് ആ തൊഴിലാളികളോട് കാണിക്കുന്ന അവഗണന വെച്ചു പൊറിപ്പിക്കാൻ പറ്റാത്ത വിധം കേരളത്തിൽ വളർന്നു കഴിഞ്ഞു. ആ അവഗണനയ്ക്കെതിരായി നമ്മൾ രംഗത്തിറങ്ങണം. ഇനി നമ്മുടെ മുന്നിൽ ഒരു മാർഗം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ജനാധിപത്യപരമായി സർക്കാരിനെ താഴെ ഇറക്കാനുള്ള സമയം ഏതാണ്ട് നമ്മുടെ മുന്നിൽ സംജാതമായി കഴിഞ്ഞു. അതിന്റെ മുന്നോടിയായിട്ടാണ് ഇപ്പോ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ജയിക്കണം. നമ്മൾ ജയിക്കുന്ന വിധത്തിലേക്ക് നമ്മുടെ പ്രവർത്തനത്തെ മാറ്റേണ്ട ബാധ്യത നമുക്ക് കൂടിയുണ്ട് എന്ന് മനസ്സിലാക്കാം. തൊഴിലാളികൾക്ക് അതിലൊരു വലിയ പങ്ക് വഹിക്കാൻ. കാരണം കേരളത്തിലെ ജനസംഖ്യയിൽ ഏതാണ്ട് 40-45% ആളുകൾ എന്ന് പറയുന്നത് ഈ അസംഘടിത മേഖല, ചിലപ്പോൾ 50% ആൾക്കാർ അസംഘടിത മേഖലയിൽ പണിയെടുക്കുന്ന ആൾക്കാരാണ്. ചിലപ്പോൾ കൃഷിക്കാർ കൂടിയായാൽ പിന്നെ ഏതാണ്ട് നല്ലൊരു ഭൂരിപക്ഷം ആൾക്കാർ കേരളത്തിൽ ഈ മേഖലയിൽ. ഇവരെല്ലാവരും കൂടി ചേർന്നാൽ തീർച്ചയായിട്ടും ഒരു ഭരണമാറ്റത്തിലേക്ക് കേരളത്തെ നയിക്കാൻ സാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പൊ കേരളം ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിക്കുന്നത് കേരളത്തിലെ തൊഴിലാളികളാണ്. ആ തൊഴിലാളികളാണ് ഇവർ അധികാരത്തിൽ കൊണ്ടുവന്നത്. ഇവരധികാരത്തിൽ കൊണ്ടുവന്ന തൊഴിലാളികൾക്ക് ഇപ്പോൾ മനം മടുത്തിട്ടുണ്ട്. തിരുവനന്തപുരത്ത് പോകുന്ന ആൾക്കാർക്കറിയാം, ഒരു ദിവസം പോലും തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരമില്ലാതെ കടന്നു പോയിട്ടുണ്ടാവും. അത് നമ്മുടെ സമരം മാത്രമല്ല, STUവിന്റെ സമരം മാത്രമല്ല, INDC-ക്കാരുടെ സമരം മാത്രമല്ല, ഈ സർക്കാരിനെ അനുകൂലിക്കുന്ന ആളുകളുടെ സമരം, ഏറ്റവും തീഷ്ണമായ സമരം പോലും തിരുവനന്തപുരത്ത് നടന്നുകൊണ്ടിരിക്കുക. അവർക്ക് പറ്റാത്ത കാര്യങ്ങളെ കുറിച്ച് ഞങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ എങ്ങനെയെങ്കിലും ഇതൊന്ന് ഏറ്റെടുക്കണം. ഇപ്പൊ ചുമട്ട് തൊഴിലാളി രംഗം, നിങ്ങളായിട്ട് ബന്ധമില്ലെങ്കിൽ പോലും ചുമട്ട് തൊഴിലാളി രംഗം തകർന്നുകൊണ്ടിരിക്കുകയാണ് മേഖല. ആ നിയമത്തിൽ ചില മാറ്റങ്ങൾ വേണമെന്ന് ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് ആവശ്യപ്പെട്ടതാണ്. അത് ഇന്നത്തെ നിയമസഭയിൽ, നാളത്തെ നിയമസഭയിൽ എന്ന് പറഞ്ഞ് ഞങ്ങൾ നീട്ടിപ്പോയി അവസാനം ഈ സർക്കാരിന്റെ കാലാവധി തീരാറായി. അപ്പൊ അവര് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾക്ക് അങ്ങനെ സമരത്തിലേക്ക് വരാമെന്ന് പറ്റും. അതുകൊണ്ട് നിങ്ങൾ ഈ പ്രശ്നം വന്ന് ഏറ്റെടുക്കണം. നമ്മൾ ആ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ശക്തമായ സമരത്തിലേക്ക് വരണം എന്ന് നമ്മുടെ സംഘടന തീരുമാനിച്ചു. അത് തന്നെയാണ് കർഷക തൊഴിലാളി മേഖല, അത് തന്നെയാണ് നിർമ്മാണ തൊഴിലാളി മേഖല സ്ഥിതി. പൊതുവിൽ പരിശോധിച്ചാൽ കേരളത്തിലെ തൊഴിൽ മേഖലയിൽ ഇത്തരം പ്രശ്നങ്ങൾ അനുദിനം ഉരുണ്ടുകൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ഇത് നിങ്ങളുടെ മേഖലയിൽ മാത്രമാണ് ധരിക്കേണ്ട, സംഘടിത മേഖലയിലും അങ്ങനെ തന്നെ. പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ പൂട്ടിക്കൊണ്ടിരിക്കും. അഥവാ പൂട്ടിയിട്ടില്ലെങ്കിൽ പണിയെടുത്താൽ കൂലി കിട്ടും. അപ്പൊ ജോലിയുണ്ട്, കൂലിയില്ല എന്ന സ്ഥിതി പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ചില പൊതുമേഖലാ സ്ഥാപനങ്ങൾ പൂട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ സാഹചര്യത്തിനെതിരായി അതിതീഷ്ണമായ സമരങ്ങളിലേക്ക് കടന്നു വരേണ്ട ഒരു സാഹചര്യമാണ് നമ്മുടെ മുന്നിലുണ്ടായത്. അപ്പൊ ആ സമരങ്ങളുമായിട്ട് മുന്നോട്ട് പോകണം. തെരഞ്ഞെടുപ്പ് മുൻപ് ആ തെരഞ്ഞെടുപ്പിൽ LDF-നെ താഴെ ഇറക്കാനും UDF-നെ വിജയിപ്പിക്കാനും UDF-ലെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയായ മുസ്ലിം ലീഗിനെ സഹായിക്കാനും ഒക്കെ നമ്മൾ ഞാൻ ഈ STUവിന്റെ മീറ്റിംഗിൽ അങ്ങനെ മുസ്ലിം ലീഗ് ഒന്നും ഞാൻ വല്ല പറയാതെ, അതൊരു തൊഴിലാളി സംഘടന നമുക്ക് ശരിയല്ല എന്ന് തോന്നുന്നു. പക്ഷെ ഇതൊരു പുതിയ രാഷ്ട്രീയ സാഹചര്യം. ആ രാഷ്ട്രീയ സാഹചര്യത്തിൽ നമ്മൾ ആരാണ് സഹായിക്കുന്നത്, നമുക്ക് ആരാണ് പിന്തുണ നൽകുന്നത്, അവരെ സഹായിക്കാൻ നമ്മൾ തയ്യാറാണ്. നമ്മുടെ ക്ഷേമത്തിലൊക്കെ ഒരുപാട് തൊഴിലാളികൾ ഉണ്ടാവും. അവരൊന്നിപ്പോൾ മുസ്ലിം ലീഗ് ആയിക്കൊള്ളുന്നില്ല, ആണോ? പല വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുണ്ടാവും. അവരെ സഹായം നമുക്ക് കിട്ടണം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനൊക്കെ 1 വോട്ട് 2 വോട്ടിനായിരിക്കും പലപ്പോഴും നമ്മുടെ സ്ഥാനാർത്ഥികൾ പരാജയപ്പെടുക. അവിടെയാണ് ക്ഷേമനിധിയിൽ അംഗങ്ങളായ മറ്റ് വിഭാഗം തൊഴിലാളികൾ